ഉഭയജീവികളുടെ കുടുംബത്തിൽ പെട്ടതാണ്. ഇവയുടെ ചിരിച്ചുപോകുന്ന മുഖഭാവം, അതിശയിപ്പിക്കുന്ന ജീവശാസ്ത്രപരമായ സവിശേഷതകളും ഇവയെ ലോകമെമ്പാടുമുള്ള ജീവശാസ്ത്ര പ്രേമികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മിക്ക ഉഭയജീവികളും മ്യൂട്ടേഷൻ വഴി ജലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറുന്നു. പക്ഷേ ആക്സലോട്ടലുകൾ ജലത്തിൽ മാത്രം ജീവിക്കുന്നു. ഇവയുടെ ശാസ്ത്രീയവും സാംസ്കാരികപരവുമായ പശ്ചാത്തലം, ശാരീരിക ഘടന, പ്രത്യേകതകൾ എന്നിവയെക്കുറിച്ച് നമുക്ക് വീഡിയോയിൽ കാണാം. ആക്സലോട്ടലുകൾ മെക്സിക്കോയിലെ ഷോച്ചിമിൽക്കോ, ഷാൽച്ച് എന്നീ തടാകങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഇവയുടെ പൂർവികർ ടൈഗർ സാൽമൺഡറുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിയോട്ടനി എന്ന പ്രതിഭാസം കാരണം ഇവ ലാർവ ഘട്ടത്തിൽ തന്നെ തുടരുന്നു. അസറ്റിക് പുരാണത്തിൽ ആക്സലോട്ടൽ സ്ലോട്ടൽ എന്ന ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ലോട്ടൽ മരണത്തെ ഭയന്ന് ഒരു ആക്സലോട്ടലായി മാറിയെന്നാണ് വിശ്വാസം. ചില പ്രദേശങ്ങളിൽ ഇവയെ ഭക്ഷണമായി ഉപയോഗിക്കുന്നു, പ്രധാനമായും മെക്സിക്കയിൽ. ഇപ്പോൾ പക്ഷേ ഇവ നിരോധിച്ചിരിക്കുന്നു. ഇവയുടെ ശാരീരിക ഘടന: ഗില്ലുകൾ ചിറകുകൾ പോലെ കാണപ്പെടുന്ന ഇവയെ ഉപയോഗിച്ച് ഇവ ശ്വസിക്കുന്നു. കാലുകൾ, വാൽ, ഹൃദയം, മസ്തിഷ്കം, ശരീരഭാഗങ്ങൾ എന്നിവ വളർത്തുന്നു. ഇവയിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലൂസിസ്റ്റിക്കി: പിങ്ക്, വെളുത്ത ശരീരം, കറുത്ത കണ്ണുകൾ. മെലനോയിഡ്: കറുപ്പ്. ഗോൾഡൻ ആൽബിനോ: മഞ്ഞൾ നിറം എന്നിവ. പ്രധാനമായിട്ടുള്ള ഭക്ഷണരീതി: ചെറുമത്സ്യങ്ങൾ, പുഴുക്കൾ, ക്രസ്റ്റേഷ്യുകൾ. ആയുസ് 10 മുതൽ 15 വർഷം വരെയാണ്. ജലത്തിൽ ഇവ 200 മുതൽ 1000 മുട്ടകൾ വരെ ഇടുന്നു. നേരിടുന്ന ജീവികളാണ്. മെക്സിക്കോ സിറ്റിയിലെ ജലമലിനീകരണമാണ് പ്രധാനമായ കാരണം, കൂടാതെ അന്യദേശീയ മൃഗങ്ങളുടെ ആക്രമണങ്ങളും. സംരക്ഷണ ശ്രമങ്ങൾ: IUCN റെഡ് ലിസ്റ്റിൽ വംശനാശന സാധ്യതയുള്ള ജീവികളുടെ കൂട്ടത്തിൽ ഇവയെ പെടുത്തിയിരിക്കുന്നു. ക്യാവിറ്റേറ്റീവ് ബ്രീഡിംഗ്: ആക്സലോട്ടലുകളെ നമുക്കൊരു പെറ്റായി വളർത്താവുന്നതാണ്. പെറ്റായി വളർത്തുന്നതിൽ അക്വേറിയത്തിന് പ്രധാനമായ ചില സജ്ജീകരണങ്ങൾ ആവശ്യമായി. കുറഞ്ഞത് 20 ഗാലൻ വലിപ്പമുള്ള ഒരു ടാങ്കും ഇവയുടെ താപനില 16 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കണം. വീട്ടിൽ വളർത്തുമ്പോൾ കൊടുക്കാവുന്ന ഭക്ഷണങ്ങൾ: ഡണ്ടി പുഴുക്കൾ, റൈബൺ മത്സ്യങ്ങൾ, ആക്സലോട്ടൽ പെല്ലറ്റ് എന്നിവയാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഓവർ ഫീഡിംഗ് ഒഴിവാക്കണം. പൊതുവായി ഇവയ്ക്ക് കാണപ്പെടുന്ന അസുഖങ്ങൾ ഫംഗൽ അണുബാധയും ഗിൽ ക്ഷതവുമാണ്. ഇത്തരത്തിലുള്ള ജീവികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.